ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് കണ്ടാലോ. അപ്പോൾ ഇന്ന് രാവിലെ ചായ കുടിക്കുന്ന സമയത്ത് എന്താണ് ഇഡ്ഡലിക്കും അടുപ്പത്ത് വെച്ചിട്ടോ. അങ്ങനെ ഇഡ്ഡലി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ പാത്രം കുറേ കഴുകണ്ടായിരുന്നു. അങ്ങനെ പാത്രമൊക്കെ കഴുകി പിന്നെ തേങ്ങയൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അരച്ചു. ഞങ്ങളുടെ തേങ്ങയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ചമ്മന്തിക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കാന്താരി ഇട്ടാട്ടാ ചമ്മന്തി ഉണ്ടാക്കുക. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കടുക് പൊട്ടിക്കുമ്പോൾ നമ്മൾ ഇച്ചിരി ഉഴുന്നും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ അത് തമിഴ്നാട് സ്റ്റൈലാണേ. അപ്പം ചമ്മന്തി റെഡിയായി. അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാൻ പോട്ടെ. അപ്പം ആരും കൊതി വിടരുത് കേട്ടോ. അപ്പം ഇഡ്ഡലി വേണവർ വന്ന് കഴിച്ചോളൂ, വേഗം വരൂ. അപ്പം അങ്ങനെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഇന്നലെ ബിരിയാണി വാങ്ങിച്ചതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പക്ഷേ ഇന്നലെ എടുത്തില്ല, അതുകൊണ്ട് ഇന്ന് ചൂടാക്കി കഴിച്ചിട്ടാ. അപ്പം ഇന്നത്തെ ദിവസം ചോറ് വയ്ക്കേണ്ടി വന്നില്ല. അപ്പോൾ പാവയ്ക്ക അരിഞ്ഞതിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ബിരിയാണീൻ്റെ കാര്യം ഓർത്ത്. അപ്പോൾ എന്നാൽ പാവയ്ക്കും കൂടി ഉണ്ടാക്കിയേക്കാണ് ഓർത്തിട്ടാ. അപ്പോൾ അങ്ങനെ പാവയ്ക്ക ഞങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പാവയ്ക്ക അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി തിരുമ്മി വെക്കണം. അത് കഴിഞ്ഞ് പിഴിഞ്ഞെടുത്തിട്ട് സബോളയൊക്കെ ഇട്ട് മുളകൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ കയ്പും അറിയില്ല. അങ്ങനെ ബിരിയാണി ചൂടായി വന്നു. പിന്നെ അത് കഴിഞ്ഞ് സല്ലാസ് ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ഇച്ചിരി അച്ചാറൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്കും സബും തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.